സാർ അങ്ങയുടെ പ്രവൃത്തിയെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? KSRTC സൗജന്യ ചെകിടത്തടിക്കണം. ഷാഫിയുടെ വാക്കുകളാണിത്. ജി സുധാകരന് വേണ്ടി ആലപ്പുഴയിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയ ഷാഫി ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. അവിടെയാണ് ജി സുധാകരൻ ചെയ്തത് ചെറ്റത്തരം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ ചെകിടത്ത് കേരളമേ നിങ്ങൾ അടിക്കണമെന്ന് ഷാഫി ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്നത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഷാഫിക്ക് വേണ്ടിയിട്ട് ജനം കാത്തിരിക്കാനും ആ കാത്തിരിപ്പ് ഏത് പാതിരാത്രി ആയാലും നീളാനുമുള്ള കാരണം ഒന്നേ ഉള്ളൂ. അത് ഷാഫിക്ക് മാത്രം അറിയാവുന്ന രാഷ്ട്രീയത്തിന്റെ മതേതര പൊടിക്കൈയാണ്. ആലപ്പുഴയിൽ ജീപ്പിൽ ആദ്യം ഡ്രൈവറായി ഷാഫി, പിന്നീട് ജനങ്ങൾക്കിടയിൽ ജി സുധാകരനെയും ഇരുത്തി വണ്ടി ഓടിക്കുന്ന ദൃശ്യമൊക്കെ വൈറലായിരുന്നു. അവിടെ ഷാഫി പറയുന്ന ഒരു കാര്യമാണ്, ജി സുധാകരനും കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനുമൊക്കെ നല്ല കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ ഇന്ന് പാർട്ടിക്ക് പുറത്താണ്. എങ്കിലും സ്വർണം കട്ട പത്മകുമാർ ഇന്നും ഇതേ പാർട്ടിക്കുള്ളിലാണ്. ഇതിന് പകരം വീട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ലേ? കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന സുധാകരന് പിന്തുണയുമായി വന്ന UDF-നെ നിങ്ങൾ വിജയിപ്പിക്കില്ലേ എന്നൊക്കെ ഷാഫി കാര്യമായി തന്നെ കേൾക്കാൻ നിന്നവരോട് ചോദിക്കുകയും സുധാകരനെ പോലെ ഒരു നേതാവിനെ വിജയിപ്പിച്ചെടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്തം ആണത് എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. അതായത് സ്വതന്ത്രനായിട്ടാണ് ജി സുധാകരൻ അവിടെ മത്സരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പിന്തുണ കൊടുക്കുകയാണ് എന്നും ആ പിന്തുണ വിജയിപ്പിച്ചെടുക്കാനുള്ളതുമായിരിക്കണമെന്ന് ഷാഫി ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് MA ബേബി പറഞ്ഞത്. അതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവസാനത്തിലേക്ക് കടക്കുമ്പോഴാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ MA ബേബി പറയുന്നത്, ഈ പാർട്ടിയിൽ നിന്നും 1-2 എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കൾ പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് ഈ പാർട്ടി അന്വേഷിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ എന്നുകൂടി അദ്ദേഹം അടിവരയിടുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ എന്ന് പറയുന്നതാവും ഏറെ ശരി. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് CPM എന്ന പാർട്ടിക്കുണ്ടായ പരാജയങ്ങളെയും കോട്ടങ്ങളെയും ഒക്കെ മറികടക്കണം. അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് CPM എന്ന പാർട്ടിക്കുണ്ടായ പരാജയങ്ങളെയും കോട്ടങ്ങളെയും ഒക്കെ മറികടക്കണം. അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയും പാർട്ടിയുടെ കപ്പിത്താനും ഇനി തുടർഭരണം കിട്ടാൻ പാടില്ല. അത് പാർട്ടിയെ വീണ്ടും കുഴിയിൽ ചാടിക്കുകയേ ചെയ്യുകയുള്ളൂ. എന്തായാലും UDF എന്ന മുന്നണി ഷാഫിയെ പോലെയുള്ള നേതാക്കളിലൂടെ കേരളത്തിൽ ഉടനീളം കൊടുങ്കാറ്റായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴയിൽ നിന്നും പ്രചാരണം കഴിഞ്ഞ് എറണാകുളത്തെത്തിയ ഷാഫി ചോദിച്ചു, അടുത്തത് കേരളം ഭരിക്കുന്നത് ആരാ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് ഉത്തരമായി ജനം ആവേശത്തോടെ വിളിച്ചു കൂവുന്നുണ്ട് UDF എന്ന്. ഇനി അടുത്തത് 3000 രൂപ പെൻഷൻ കൊടുക്കുന്ന സർക്കാരോ എന്ന് ചോദിക്കുമ്പോൾ അതും UDF എന്ന് ആർത്തലച്ച് ജനം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഷാഫി ഇങ്ങനെ കേരളത്തിൽ ഉടനീളം 140 മണ്ഡലങ്ങളിലും തരംഗമായി മാറുന്നത് എന്നുള്ള ഉത്തരം ഈ 140 മണ്ഡലങ്ങളിലും ഏത് രാഷ്ട്രീയം എങ്ങനെ പറയണമെന്ന് ഷാഫിക്കറിയാം. അതാണ് ജനം ഇങ്ങനെ തടിച്ചുകൂടാനും കാരണം. ആ രംഗങ്ങൾ ഒന്ന് കാണാം.
സാർ അങ്ങയുടെ പ്രവൃത്തിയെ ചെറ്റത്തരവെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെകിടത്തിട്ടടി കേരളം കൊടുക്കുമെന്ന കാര്യത്തിന് ഒരു സംശയമാണ്. അത് കൊടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ റോഡ് ഷോ പോവാനുണ്ട്. ഇത് സുധാകരൻ സാറ് സ്വതന്ത്രനായി നിന്ന് ആ ജനാധിപത്യ പോരാട്ടത്തിന് നമ്മൾ അതിനൊരു പിന്തുണ കൊടുക്കുമ്പോഴത്തേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറ്റത്തറ. എനിക്കത് കേട്ടപ്പോ ആദ്യം ഓർമ്മ എന്താണെന്നറിയാം സാറേ, എനിക്കത് കേട്ടപ്പോ ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ പ്രേമചന്ദ്രനെ ഇതുപോലെ ഒരു പേര് പുള്ളി വിളിച്ചതിന്റെ ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും പുള്ളിയുടെ ഭൂരിപക്ഷം വെച്ചടി മേലോട്ടാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. അതുപോലെ ഞാൻ പറയുന്നു, അമ്പലപ്പുഴയുടെയും ആലപ്പുഴയുടെയും കേരളത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ നിങ്ങൾ ഒന്നിച്ച് മനസ്സ് വെച്ചാൽ ഇവിടെ പുതിയ ചരിത്രം പിറക്കും. ആ ചരിത്രത്തിന്റെ പേരാണ് ജി സുധാകരൻ സാറ് ഈ മണ്ഡലത്തിൽ ജയിച്ചു വരാൻ. അത് ജയിപ്പിക്കുമല്ലോ, അത് ഏറ്റല്ലോ. കേരളത്തിൽ ഒന്നാകെ ആഞ്ഞ് വീശുക, കേരളത്തിൽ ഒന്നാകെ. ഇപ്പൊ സുധാകരൻ സാറ് പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കാരനുമാണ്. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കകത്തുമാണ്. പിന്നെ ടി കെ ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കകത്തും. അപ്പൊ പാർട്ടിക്ക് ആരെയെ വേണ്ട എന്നുള്ളതും ജനങ്ങൾക്ക് ആരെയെ വേണ്ട എന്നുള്ളതും കൃത്യമായി മനസ്സിലാവുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറ്റണം. നമ്മുടെ ഉത്തരവാദിത്വമാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമല്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകന്റെയും ആത്മാഭിമാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ജയം. അത് നിങ്ങൾ ജയിപ്പിക്കുമല്ലോ. അപ്പൊ നമുക്ക് റോഡ് ഷോ തുടങ്ങാം. ഈ തണുപ്പത്തും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? KSRTC സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? 3000 രൂപ പെൻഷനാക്കാൻ പോകുന്ന മുന്നണി ഏതാ? മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പുണ്ടാക്കുന്ന മുന്നണി ഏതാ? കൊച്ചി ജയിക്കാൻ പോകുന്ന മുന്നണി ഏതാ? കേരളം ഭരിക്കാൻ പോകുന്ന മുന്നണി ഏതാ? കൊച്ചി MLA ആരാ? കൊച്ചി MLA പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്ത് ഇടതുപരിഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വർഗങ്ങള് എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള
മാച്ചു കളഞ്ഞ് വയനാട്ടിലെ പുത്തുമലയിലെ ജനങ്ങള് ഇന്നും നെഞ്ചോട് ചേർക്കാത്ത ഇടതുപക്ഷത്തിനെതിരെ ഈ നാടിനെ ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിലേക്ക് തള്ളിയിട്ട ഇടത് ചിങ്കരന്മാരുടെ തിട്ടൂരത്തിനെതിരെ പ്രിയമുള്ളവരെ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തച്ചു തകർത്ത പ്രിയമുള്ളവരെ ചില ടൂളുകളെ ഇങ്ങനെ ഇതിന്റെ പുറകിൽ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് സംസാരിക്കാൻ വിളിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ കയറി പോകണം. എല്ലാ ടൂളുകളും